നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓഫീസൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് നടക്കുന്നുണ്ട് സാർ. പാർവതി മാഡം ചെയർപേഴ്സൺ ആയതിനു ശേഷം നമ്മുടെ ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് സാർ. അതേതായാലും നന്നായി. അല്ല, താനിപ്പോ വന്നത് അർജന്റായിട്ട് മാഡത്തിന്റെ സൈൻ കുറച്ച് ഫയലുകളിൽ വേണമായിരുന്നു. ഓ, ഞാനത് വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. അതിനെന്താ, ഞാൻ മോളെ വിളിക്കാം. ഓ, അല്ല, താൻ കൊണ്ടുവന്ന ഫയലുകളില് പാർവതി തന്നെയാണോ ഒപ്പുവെക്കേണ്ടത്? അവളുടെ കയ്യൊപ്പ് തന്നെയാണോ വേണ്ടത്? ചെയർപേഴ്സൺ ആണ് ഒപ്പിടേണ്ടത്. അത് പാർവതി മാഡം ആണല്ലോ. പാർവതി ഇപ്പോഴും കമ്പനിയുടെ ചെയർപേഴ്സൺ ആണോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? രാവിലെ രണ്ടുപേരും ചേർന്ന് മാനേജറെ കളിയാക്കുകയാണോ? ഞങ്ങളെ കളിയാക്കിയൊന്നുമല്ല. പ്രിയ ചോദിച്ചാലും കാര്യമുണ്ട്. പാർവതി ഇപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ അല്ല. വിനയ്, നീ എന്താ ഈ പറയുന്നേ? അങ്കിളിനും മാനേജറിനും ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്നറിയാം. പക്ഷേ പറഞ്ഞത് സത്യം. പാർവതി ഇപ്പോ കമ്പനി ചെയർപേഴ്സൺ അല്ല. അവൾ ആ പദവി രാജിവെച്ചു. അതുകൊണ്ട് ഇനി ഫയലുകളിൽ പാർവതി ഒപ്പുവെച്ചാൽ അതിന് യാതൊരുവിധ വാല്യൂവും ഉണ്ടാവില്ല. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? പാർവതി രാജിവെച്ചെന്നോ? എപ്പ രാജിവെച്ചു? വെറുതെ നാവിന് എല്ലില്ലാന്ന് കരുതി എന്ത് അസംബന്ധവും വിളിച്ച് പറയരുത് നീ. പാർവതി രാജിവെച്ചെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളിതൊന്നും അറിയണ്ടേ? ചേട്ടാ അറിഞ്ഞ കാണില്ല. പക്ഷേ പാർവതി രാജിവെച്ചു. ഇല്ലെന്ന് പാർവതി പറയട്ടെ. പറയൂ പാർവതി, രാജിവെച്ചെന്ന് എല്ലാവരോടും പറയൂ. ഏതായാലും രാജിവെച്ചില്ലേ, പിന്നെ പറയാൻ എന്തിനാ മടിക്കുന്നത്? ചെയർപേഴ്സൺ സ്ഥാനം മാത്രമല്ല, കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പാർവതി പിന്മാറുകയാണ്. അല്ലേ പാർവതി? സ്വത്തുക്കൾ കൈമാറുന്ന പത്രത്തിൽ മാത്രമാണല്ലോ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. അന്നേരത്തെ വെപ്രാളത്തിൽ ഒന്നും വായിച്ചു നോക്കിയതുമില്ല. പത്രത്തിൽ എന്തൊക്കെ ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? അതിൽ എന്റെ രാജിക്കത്തും ഉണ്ടായിരുന്നോ? എന്റെ ഉദയനൂരമ്മ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. പാർവതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? നീ ഞാൻ അറിയാതെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചെന്നോ? രാജിവെച്ചോന്ന്? കുറച്ചു ദിവസമായിട്ട് പാർവതി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഓഫീസിലെ ജോലി ഭാരം ഇവൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന്. ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. ഒരു കമ്പനിയെ നയിച്ചു പോകുക എന്ന് വെച്ചാ അത് പഠിപ്പും വിവരവും ഉള്ളവർക്ക് പോലും ഏറെ ബുദ്ധിമുട്ടാ. പിന്നെയാണോ ഇതൊന്നും ഇല്ലാത്ത പാർവതിക്ക് ഇതൊക്കെ സാധിക്കുന്നത്? തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെയല്ലേ ഇവളെ എല്ലാരും കൂടി ആ കമ്പനിയുടെ ഭരണം ഏൽപ്പിച്ചത്. വിശാലിനോടുള്ള സ്നേഹം കൊണ്ടാ ഇവൾ ആ കസേരയിൽ കയറിയിരുന്നത്.
പിന്നീടാ മനസ്സിലാക്കുന്നത് അതൊരു മരണസിംഹാസനമാണെന്ന്. പാവം. സഹിച്ച് ഇന്നലെ രാത്രി തീരെ സഹികെട്ട് എന്നോട് കരഞ്ഞു പറയാ, അമ്മേ ഇനി എനിക്ക് ചെയർപേഴ്സന്റെ സ്ഥാനം വഹിക്കാൻ പറ്റില്ല. ഇനിയും ഞാനത് തുടർന്നാൽ സ്ട്രെസ്സും സ്ട്രെയിനും കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന്. അതും പറഞ്ഞ് മോനെ, നീ ഇത് നോക്ക്. പാർവതി രാജിവെച്ചെന്നേ ആന്റി പറഞ്ഞുള്ളൂ. രാജിക്കത്തൊന്നും ഞാൻ കണ്ടില്ല. വായിച്ചു നോക്കട്ടെ. ഇത് രാജിക്കത്ത് മാത്രമല്ലല്ലോ. എല്ലാ സ്വത്തുക്കളും പ്രഭാവതി ആന്റിക്ക് എഴുതി കൊടുത്തിട്ട് പാർവതി ഈ വീട് തന്നെ ഉപേക്ഷിച്ചു പോകുമെന്നൊക്കെയാണല്ലോ ഈ ഡോക്യുമെന്റ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. പാർവതി, നീ എന്താ ഈ കാണിച്ചത്? നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. പ്രഭാവതി അമ്മ ഞങ്ങളെ തീർത്തും ചതിച്ചു കളഞ്ഞല്ലോ. ഉദയന്നൂരമ്മ അവരിങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. മോളെ, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയാൻ പാടില്ലായിരുന്നോ? പാർവതി, നീ കാണിച്ചത് മണ്ടത്തരവാ. പാർവതിക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചോ വിശാലേട്ടനെ കുറിച്ചോ ഒന്ന് ചിന്തിക്കാൻ പാടില്ലായിരുന്നോ? വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയായി പോയത്. ആ, അതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? വായിക്കേ. ജോലി ഭാരം താങ്ങാനാവാതെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കുന്നു. സ്വത്തുക്കളും കൊട്ടാരം പോലുള്ള ഈ വീടും എനിക്ക് പരിപാലിക്കാൻ സാധിക്കുന്നില്ല. ആയതിനാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് കുറച്ചു കാലം നഗരത്തിന്റെ തിരക്കുകളൊന്നുമില്ലാത്ത പ്രശാന്ത സുന്ദരമായ ഒരിടത്ത് പോയി സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് രത്നചുരുക്കം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.